എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കുഞ്ഞപ്പന്റെയും അമ്മയുടെയും വക ഹാപ്പി ക്രിസ്മസ്. പറ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് വൈകുന്നേരം ഒന്ന് എങ്ങോട്ടാ പോണേന്നൊന്നും അറിയില്ല, പുറത്തേക്ക് പോവാണൊന്ന് കറങ്ങാൻ. അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എവിടേക്ക് പോകുന്നൊന്നും ഒരു എത്തും പിടിയില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ താമസിച്ചു പോയി, 5 മണി കഴിഞ്ഞു. അപ്പൊ ബാക്കി വീഡിയോയിൽ കണ്ടോ. വൈറ്റ് ജസ്റ്റ് കുഞ്ഞുപാ ഗൈസ്, ഒരു എത്തും പിടി ഇല്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. കാറിൽ കയറിയിട്ട് ഒന്നെങ്കിൽ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകാം, അല്ലെങ്കിൽ ലുലു മോളിലോട്ട് പോകാം എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അച്ചായി നേരെ ലുലുവിലോട്ട് തന്നെയാണ് വിട്ടത്. അപ്പോൾ കുഞ്ഞപ്പൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കാറിലിരുന്ന് ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അത് നിർത്തി. പിന്നെ അതേ ബാക്ക് സൈഡിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കരുമാഞ്ചേരി പള്ളിയുടെ അവിടെ കൂടി ഇങ്ങനെ പോയി കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഇതാണ് ഫോറം മോള്. ഈ കഴിഞ്ഞിടെ നമ്മൾ ഫോറം മോളിൽ പോയതാണ്. അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി മോള് തന്നെയാണ്. ഫുൾ സെറ്റപ്പാണ്. എല്ലാ ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അത് ഇത്തിരി എന്തോ പണി കൂടി തീരാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മനസ്സൊന്ന് ചാഞ്ചാടിയെങ്കിൽ ഫോറം മോളിൽ കയറിയാലോ, കാരണം ലുലുവിലേക്ക് പോകണമെങ്കിൽ ഇനിയും കുറേ ദൂരം കൂടി പോകണം. പക്ഷെ വേണ്ട, ലുലുവിൽ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. കാരണം ഒരു 4 വർഷമായിട്ട് ഇതുവരെയും ലുലുവിൽ പോയിട്ടില്ല. കുഞ്ഞപ്പനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ലാസ്റ്റ് പോയത്. അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ ഇതുവരെയും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് കുഞ്ഞപ്പൻ ലുലുവിൻ്റെ അകത്ത് കയറാൻ പോകുന്നത്. ലുലുവിൻ്റെ ഫ്രണ്ടിൽ കൂടി വേറെ കുറേ സ്ഥലത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പക്ഷേ ലുലുവിൽ ഇതുവരെ 4 വർഷമായിട്ട് കയറിയിട്ടില്ല. അപ്പോൾ അതേ മെട്രോ മോളിൽ കൂടി ട്രെയിൻ ആ സമയത്തില്ല, മെട്രോയുടെ അടിയിൽ നിൽക്കുകയാണ് നമ്മൾ. തിരിച്ചു വരുന്ന വഴി ട്രെയിൻ കണ്ടു കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിക്ക് ട്രെയിനിൽ കയറണമെന്ന്. അപ്പോൾ അതേ സിഗ്നലിൻ്റെ അവിടെ നിർത്തിയിട്ടപ്പോഴാണ് ഈ ഫോണിൻ്റെ സ്റ്റാൻഡാണെന്ന് പറഞ്ഞ ഒരു ചേട്ടൻ വരുന്നത്. 200 രൂപയാണ് ആ സ്റ്റാൻഡിനെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് മേടിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബബിൾസുമായിട്ടൊരു പെണ്ണ് വന്നു. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മളിത് മേടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇത് മേടിക്കരുത് കേട്ടോ, വെറുതെ ഉടായ്പ സാധനമാണ്. ഇവരിത് ചെയ്ത് കാണിക്കുന്ന കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മേടിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ബാറ്ററി ഒന്നും ഉണ്ടാവില്ല. അത് ബാറ്ററി ഇട്ടാലേ പ്രവർത്തിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ ബാറ്ററി മേടിക്കാൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി ഇറങ്ങി നടന്ന് ബാറ്ററി മേടിച്ച് ഇട്ടിട്ടൊക്കെയുള്ള അത് പ്രവർത്തിക്കുള്ളൂ. കുറേ നേരം നിൽക്കൊന്നുമില്ല, പെട്ടെന്ന് നശിഞ്ഞു പോകും ആ സാധനം. അത് കഴിഞ്ഞ് ഇതേ ലുലുമാളുടെ ഫ്രണ്ടിലെത്തി. നോക്കിക്ക് എന്തൊരു തിരക്കായിരുന്നെന്നറിയാവോ. ക്രിസ്മസ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ സ്ഥലമില്ല. നോക്കിക്ക് അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ലുലുമാളിനെ അവർ. ലുലുവിൽ അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ ലുലുവിനേക്കാളും പൊക്കമുള്ള ട്രീ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. ഏറ്റവും എടുത്ത് പറയേണ്ടത് പാർക്കിംഗ് ആണ് ഗൈസ്. ദേ ലുലുമാളിന്റെ ഫ്രണ്ടിൽ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു, റോഡിന്റെ അങ്ങേയറ്റം വരെ. അപ്പൊ ഇതെന്താണ് ഈ കാർ ഇത്രയും വലിയ ക്യൂ എന്ന് നോക്കിയപ്പോഴാണ് ആ ലുലുവിലോട്ട് കയറാനുള്ള ക്യൂ ആണ് ആ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കാറിന്റെ ഏറ്റവും പുറകിൽ ക്യൂവിൽ നിന്നേ. അവസാനം ലുലുവിലോട്ട് ആ ഗേറ്റ് കയറി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും പാർക്ക് ചെയ്യാൻ വേണ്ടി. എന്തോരം സമയം പിടിച്ചെന്നറിയാവോ. അത്രയും തിരക്കാണ്, അത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത തിരക്കാണ്. വേറെ ഒരു മോളിലും ഇത്രയും തിരക്ക് കണ്ടില്ല. ലുലു ആണ് ഏറ്റവും തിരക്ക്. അപ്പൊ കണ്ടിങ്ങനെ പമ്മി പമ്മി പമ്മിയാണ് കാറ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ കറങ്ങി കറങ്ങി കുറേ ദൂരം അങ്ങോട്ട് പോകണം പാർക്ക് ചെയ്യണമെങ്കിൽ. അവസാനം അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ലുലു മോളിലെ ഏറ്റവും വലിയ ട്രീയുടെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കുഞ്ഞപ്പാണെങ്കിൽ ട്രീയുടെ ചോട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. കുഞ്ഞപ്പാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വർത്തനം പറയാൻ നാടാണ്. ഇവിടെ കുറെ പേരൊക്കെ നിൽക്കുന്നുണ്ട്. ട്രീ കണ്ടില്ലേ, എന്ത് വലിപ്പാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ട്രീയുടെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. ഒരു ഗ്രീൻ കളറിലെ ട്രീ അത്രയും തോന്നുള്ളേ. അടുത്ത് വരുമ്പോഴാണ് എന്തോരം ബോളുകളും സ്റ്റിക്കറും കുറേ സാധനം വെച്ച് അത് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെങ്കിലും ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങൾ 2 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ് അവിടെയൊക്കെ. ട്രീ കണ്ടില്ലേ, ലുലുമാളിനെക്കാളും പൊക്കമുണ്ട് കേട്ടോ. സത്യമാണ്, എന്തൊരു വലിയ ട്രീ. കുഞ്ഞപ്പൻ ആ ട്രീയുടെ ചവിട്ടിയിൽ നിന്നിട്ട് ഒരു ഉറുമ്പും കുഞ്ഞിനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ, അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന്. പണ്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല ഞാൻ. ഒരു ട്രോളിങ് കൊണ്ട് കിടന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ പിറക്കിയിടാൻ നല്ല രസമല്ലേ. അപ്പൊ അതൊക്കെ വിചാരിച്ച് കയറിയതാണ്. നോക്കിക്ക് എല്ലാ സാധനവും എടുത്ത് വില നോക്കിയിട്ട് തിരിച്ചു വെക്കാണ് എൻ്റെ പരിപാടി. ഞാനത് എവിടെ ചെന്നാലും എൻ്റെ പരിപാടി ഇതാണ്. വില നോക്കും, തിരിച്ചു വെക്കും, ഒരു സാധനം മേടിക്കത്തില്ല. ചേട്ടൻ ഈ നോക്കുന്നത് കാണുമ്പോൾ ചോദിക്കും, മേടി നിനക്ക് വേണം? ഞാൻ പറയും വേണ്ട. പിന്നെ എന്തിനാ വില നോക്കണത്? അത് ഞങ്ങൾ ഈ പെണ്ണുങ്ങളുടെ ഇത് നിങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുഞ്ഞപ്പനാണെങ്കിൽ അത് പേസ്റ്റൊക്കെ നോക്കിക്കുക, എല്ലാം എൻ്റെ പോലെ ഒരു രക്ഷയില്ല ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഹൈപ്പർ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ശരിക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് അന്വർത്ഥമാക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ലുലുവിൻ്റെത്. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഇതായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ തോന്നണത്. കുഞ്ഞപ്പനാണെങ്കിൽ ഓരോ സാധനം എടുക്കാൻ നേരത്ത് ഞാനും അവന് ഓട്ട മത്സരമാണ് അവിടെ കിടന്ന്. ഓറിയോടെ ബിസ്ക്കറ്റ് ഉണ്ട്. അവിടെ ചെറിയ ചെറിയ സാധനങ്ങളുടെ ഇതൊന്നുമില്ല, എല്ലാം വലിയതാണ്. അപ്പോൾ ഓഫറും ഉണ്ടാകും, ഓഫറൊക്കെ ഉണ്ടാകും. ഈ ഇതേ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒക്കെ കണ്ട വലിയ പാക്കറ്റാണ് അവിടെ ഇരിക്കുന്നത്. മൊത്തം ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിൻ്റെയൊക്കെ വിലയൊക്കെ ഞാൻ നോക്കി നടക്കുവാണ്.
ആണ്. ഇത് 19 പീസുള്ള സെറ്റ്, 20 പീസുള്ള സെറ്റ്, 19 പീസ്. ഇതിന് എത്രയാണ്? 1375, 56% ഓഫ്. എന്തൊക്കെയോ അവിടെ വിലയും ഡീറ്റെയിൽസും എല്ലാം ആ സെറ്റിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10,000 രൂപയുടെ 15,000 രൂപയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഓരോ കയ്യിലൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ തരുവാണവൻ. അമ്മേ ദേമേ ഇത് നമുക്ക് വേണോ, ഇത് നമുക്ക് വേണോ അമ്മേ, ഓരോന്ന് വേണോന്ന് ചോദിച്ചാൽ എൻ്റെ തരുവാണേ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാം കാണാൻ. ഈ കയ്യിൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നാ. 100-120 രൂപ എങ്ങാണ്ടാണ് ആ കയ്യിലിൻ്റെ വിലയെന്ന് തോന്നണേ. അപ്പോൾ ദേ ഒരുപാട് സാധനങ്ങളുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ ഓർത്തതാണ് ഗൂഗിൾ പേ പണി മുടക്കുമെന്ന്. കാരണം എല്ലാവർക്കും ഗൂഗിൾ പേ ആയിരിക്കുമല്ലോ ഭൂരിഭാഗം. പൈസയൊന്നും അധികം ഇപ്പം ആരും കൈക്കൊണ്ട് അടക്കൂലല്ലോ. അതുപോലെ തന്നെ അവിടെ അനൗൺസ്മെന്റ് വന്നു, UPI വർക്ക് ചെയ്യുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ക്യാഷോ കാർഡോ അങ്ങനെയൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് വന്നു. ബില്ലിംഗ് സെക്ഷനിലൊക്കെ എൻ്റെ ദൈവമേ എന്ത് തിരക്കായിരുന്നെന്നറിയാവാ. അവസാനം ഞാൻ കുഞ്ഞപ്പനം കൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഡയറി മിൽക്ക് മാത്രം എടുത്തിട്ട് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഡയറി മിൽക്കിൻ്റെ പേയ്മെന്റ് ചെയ്യാൻ പെട്ട പാട്. ബില്ല് ചെയ്യാൻ ഒരുപാട് സെക്ഷൻ ഉണ്ട്, പക്ഷെ എല്ലായിടത്തും നല്ല തിരക്ക്. അവസാനം ഒരു ചേട്ടനോട് ചേട്ടാ ഈ ഡയറി മിൽക്ക് മാത്രമേ ഉള്ളൂ, ഒന്ന് പേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്, അത് കുഴപ്പമില്ല മോളെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ ബില്ല് ചെയ്യാൻ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കാശ് കൊടുത്തിട്ട് ഇത് മാത്രം വേഗം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. ഇതേ പാത്രങ്ങളൊക്കെ നോക്കിക്കേ, നല്ല രസമാണ് എല്ലാം കാണാൻ. കളിപ്പാട്ടത്തിൻ്റെ സെക്ഷൻ ഉണ്ട്, ടോയ്സിൻ്റെ ഒക്കെ. അങ്ങോട്ട് പോയില്ല, വേഗം തന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. കാരണം കുഞ്ഞപ്പനെ കൂടുതൽ സമയം അവിടെ നിർത്തിയാൽ ഒന്നാതെ നമ്മൾ കുറേ സാധനം മേടിച്ച ആ ബില്ലിംഗ് സെക്ഷനിൽ നിന്ന് തന്നെ നമ്മുടെ സമയം മൊത്തം തീരും. അതുകൊണ്ട് ഈ ഡയറി മിൽക്ക് മാത്രം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കും. സത്യം പറയാം, എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ലായിരുന്നു. പക്ഷേ കുഞ്ഞപ്പിനെ ഓരോ സാധനം പിറക്കി എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേയും വർക്ക് ചെയ്യുന്നില്ല. അവസാനം സീനായില്ലേ, നമുക്ക് പേ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ അവനായിട്ട് പെട്ടെന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ATM നോക്കി നടന്നു. അപ്പോൾ നമ്മുടെ ലുലുമാളിൻ്റെ അകത്ത് തന്നെ ATM ഉണ്ട് കേട്ടോ. പിന്നെ അച്ചായി പോയി ATMിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ മേടിച്ചത്. അധികം സാധനമൊന്നും മേടിച്ചില്ല. അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് സമൂസ ചാട്ടിൻ്റെ ഒരു സ്ഥലം കാണുന്നത്. പുറത്താണ് കേട്ടോ, ഇത് ലുലുവിൻ്റെ അകത്തല്ല, പുറത്തുള്ള സൈഡാണ്. അപ്പോൾ ലുലുവിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു സമൂസ ചാട്ട്, പിന്നെ ഇതുപോലെ ചില്ലിൻ്റെ ഉള്ളിൽ കുറേ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് എല്ലാ സാധനങ്ങളും നമ്മൾ പേര് പറഞ്ഞ് പൈസ കൊടുത്ത് ബില്ല് മേടിച്ചിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് അവർ സാധനം തരുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കണ പരിപാടിയൊന്നുമില്ല. അപ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വന്നത്, ഗൂഗിൾ പേ UPI വർക്ക് ചെയ്യില്ല, എല്ലാവരും ക്യാഷ് തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അത് മേടിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ATMിൽ നിന്ന് പൈസയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതേ ലുലുവിൻ്റെ അകത്തൊരു റോബോട്ടിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ കളിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സബ്സ്ക്രൈബർ മോൻ അവൻ്റെ ഫാമിലി ആയിട്ട് വരുന്നത്. ചേച്ചി വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട്. കുഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ മറ്റേ ഡോണറ്റ് ഇല്ലേ അതിൻ്റെ സെക്ഷൻ കണ്ടിട്ട് അവിടെ കിടന്ന് നല്ല ബഹളമായിരുന്നു കേട്ടോ. എടാ ഒരു ഫോട്ടോ എടുക്കാൻ വാടാതേടാ, ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ വന്നിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ആളൊന്നും ഞാൻ പറയുന്നൊന്നും കേൾക്കുന്ന പോലുമില്ല. ഡോണറ്റ് താ ചേട്ടാ, ഡോണറ്റ് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ് അവിടെ. എന്നിട്ട് കഴിക്കുക അതുമില്ല, വെറുതെ ഒരു ആഗ്രഹത്തിന് മേടിച്ചിട്ട് വെറുതെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അവൻ കഴിക്കത്തില്ല. ഞാൻ കാണിച്ചു തരാമേ. അപ്പം പിന്നെ ആ മോനുമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ ഞങ്ങൾ. അപ്പോൾ അവൻ്റെ പേര് എന്താണെന്ന് മറന്നുപോയി. കാരണം നല്ല തിരക്ക്, ഈ കുഞ്ഞപ്പൻ്റെ ബഹളത്തിൻ്റെ ഇടയിൽ അതൊന്നും ഓർത്തില്ല. ഗൈസ്, മോനെ നീ ഈ വീഡിയോ കാണുവാണെങ്കിൽ പേരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് പേരെന്ന് ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ അവർ നമ്മൾ ഡോണറ്റ് 100 രൂപയാണ്, ഈ ഒരു ഡോണറ്റിൻ്റെ വില 100 രൂപയാണ്. അവരവിടെ ഓവനിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി തരും. ആ ക്രീം ആ ഡോണറ്റിലേക്ക് ഇങ്ങനെ മെൽറ്റാക്കി തരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് കുഞ്ഞപ്പന് കഴിക്കാൻ പറ്റുന്നില്ല. അവസാനം ദേഷ്യം വന്നിട്ട് വയ്യ ആൾക്ക് ചൂട് കാരണം. അപ്പം ഞാൻ ചൂടൊക്കെ മാറ്റി കൊടുത്ത്. അങ്ങനെ നല്ല ചൂടായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇരുന്ന് തിന്നാന്ന് പറഞ്ഞ് കുഞ്ഞപ്പനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവസാനം അവിടെ ഒരു മരത്തിൻ്റെ കീഴെ സ്ഥലം കിട്ടി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവന് ഡോണറ്റ് മേടിച്ച ആവശ്യം എനിക്ക് തരുന്നില്ല. അടിപൊളി സാധനം. ഒരെണ്ണത്തിന് 100 രൂപ 100 രൂപ. എങ്ങനെയുണ്ടാ അമ്മ കുഞ്ഞപ്പനെ കട്ട് ചെയ്യുന്ന നോക്കുന്നത്? ഞാൻ അമ്മക്ക് അറിയത്തില്ല, ഞാൻ മൊത്തം തിന്നുമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാതാണ് ഇത്തിരി തിന്നിട്ട് ബാക്കി മൊത്തം ഞാൻ തന്നെയാണ് തിന്നത്. അത് കഴിഞ്ഞ് ആ റോബോട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പിള്ളേർ വന്ന് ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് അവരുമായിട്ട് ഇത്തിരി കളിയൊക്കെ ആയിരുന്നു. മസിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ടാറ്റാ ബോയ് ബോയ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ ഒക്കെ സെക്ഷൻ കണ്ടപ്പോൾ ഞാനൊന്ന് വില നോക്കാമെന്ന് ഒക്കെ പറഞ്ഞ് കയറിയതാണ്. അവനാണെങ്കിൽ ഈ ചേച്ചിയുടെ ചെരുപ്പ് ഈ ചേച്ചി ഇട്ടിട്ടില്ല, അത് ഊരിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതിമയുടെ മുമ്പിൽ നിന്ന് അതിനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നു. കുഞ്ഞപ്പൻ അതിന് ചെരുപ്പിട്ട് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു.
ആ ചെരുപ്പ് രണ്ടും കൂടി ടൈ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് അവൻ അത് ഇടിയിപ്പിച്ച് കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ദേ നമ്മുടെ പെണ്ണുങ്ങളുടെ മെയിൻ സ്ഥലം. എന്തൊരു ക്യൂട്ടാണെന്ന് ഈ മാല കാണാൻ. എൻ്റെ ദൈവമേ, 300 സംതിങ് രൂപ എന്താണ് ഈ മാലയ്ക്ക് വില. ബാക്കി എല്ലാ മാലയുടെയും വിലയൊന്നും നോക്കിയില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. 300 സംതിങ് ആണ്, പക്ഷെ മേടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ പോയി. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ ആ കൊച്ചാണെങ്കിൽ ചേച്ചി ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചു കേട്ടോ. ഒരു 2 ലിപ്സ്റ്റിക്ക് മേടിച്ചു. അടിപൊളി, നല്ല ഒരുപാട് ഷെയ്ഡൊക്കെ ഉണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓരോ മാലയൊക്കെ തൊട്ട് നോക്കിയിട്ട് നല്ല രസമാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ മാലയുടെ ഒക്കെ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് എല്ലാത്തിനും. അതുകൊണ്ടാണ് ആ വിലയൊക്കെ. അപ്പം എന്താ, ചെരുപ്പുകളാണെങ്കിലും ഷൂ ആണെങ്കിലും ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ലിപ്സ്റ്റിക്ക് മേടിച്ചത് കേട്ടോ. അപ്പം എൻ്റെ ചുണ്ടിൽ അപ്പം ഇട്ടിരിക്കുന്ന അതാണ്. അപ്പം റിമൂവ് ചെയ്യാനൊക്കെ സംഭവങ്ങൾ അവിടെ തന്നെ നമുക്ക് തരും. അപ്പം റിമൂവ് ചെയ്ത് നോക്കിയിട്ട് വേറെ കളറൊക്കെ അടിച്ച് നോക്കാം. അപ്പം ഞാൻ 2 ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കി. ഒരെണ്ണം ഈ ഒരു ന്യൂഡ് കളറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരെണ്ണം കൂടി എടുത്തോ, എന്താണെങ്കിലും ഈ ഒരു പ്രൈസ് അല്ലേ ഉള്ളൂ എന്ന്. ഇതിന് 195 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ ഞാൻ പ്രൈസ് കൂടി നിങ്ങളോട് പറയാണ്. അപ്പോൾ 195 രൂപയ്ക്ക് എനിക്ക് നല്ല അടിപൊളിയാൻ തുടങ്ങി. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം അത് ചുണ്ട് നല്ല അടിപൊളി ഫിനിഷിംഗ് ഒക്കെ കിട്ടി. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബാഗ് എടുത്തുകൊണ്ട് പോവാണ് നമുക്ക് കൊടുക്കാൻ. ഇത് ഒറിജിനൽ ഫ്രഷ് പീസാണ്. താഴെ ഡ്രോയറിൽ അവർ ഫുൾ ഫ്രഷ് പീസ് വെച്ചിരിക്കുകയാണ്. മുകളിലാണ് ടെസ്റ്റ് ചെയ്യാനുള്ള പീസ്. അപ്പം ഞാനൊരു ഡാർക്ക് കളർ കൂടി നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡാർക്ക് കളർ നല്ലൊരു റെഡ് കളറാണ് എടുത്തത്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടോപ്പിൻ്റെയും കാര്യങ്ങൾ നോക്കിക്കേ, എല്ലാം ഇങ്ങനെ കണ്ണ് നിറച്ച് കണ്ടു കിടക്കാണ്. വിലയൊക്കെ നോക്കി കിടക്കാണ്. കുഞ്ഞപ്പനും കൂടെ നടപ്പുണ്ട് കേട്ടോ. നടന്ന് ദേ ഷൂവിൻ്റെ സെക്ഷനിലെത്തി. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, അടിപൊളി ഷൂ ഒക്കെ ഉണ്ട്. പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് ആ മുകളിലത്തെ ചെരുപ്പില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ നോക്കാനെടുത്തു. അപ്പോൾ അതിന് 2000 രൂപയായിരുന്നു കേട്ടോ ആ ചെരുപ്പിൻ്റെ വില. 1999, 2000 രൂപയുടെ ഷൂ ആണ്. അടിപൊളിയായിരുന്നു. എന്നിട്ട് നോക്കിയിട്ട് തിരിച്ചു വെച്ചു ഗൈസ്. അങ്ങനെ കുറേ ഷൂ ഒക്കെ കണ്ടു. ഇതേ എസ്കലേറ്ററിൽ കയറാൻ എനിക്കും പേടിയാണ്, അവനും പേടിയാണ്. ഞങ്ങളൊരു വിധത്തിലാണ് മുകളിലോട്ട് എത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞപ്പൻ അത്ര നേരം എൻ്റെ ഒപ്പം മാലയും കമ്മലും ഉടുപ്പൊക്കെ നോക്കി നടന്നു. മോളിൽ ടോയ് സെക്ഷനിലെത്തി. ടോയ് സെക്ഷനിൽ എത്തിയിട്ട് പിന്നെ കുറച്ച് നേരം ആ വണ്ടി ഉന്തി കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയപ്പോഴാണ് KFCയുടെ ചിക്കൻ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയത്. കുറച്ച് നാളായി KFC ചിക്കൻ വേണം, ഫ്രൈഡ് ചിക്കൻ വേണം എന്നൊക്കെ കിടന്ന് പറയണേ. അങ്ങനെ പിന്നെ അച്ഛൻ പറഞ്ഞ അവൻ്റെ ആഗ്രഹമല്ലേ, അത് തന്നെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് തന്നെ മേടിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും മേടിച്ച് ഒന്ന് ട്രൈ ചെയ്തേനെ. KFC ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് മേടിക്കാൻ താല്പര്യമില്ല. പിന്നെ അവന് ഇഷ്ടമുള്ളതുകൊണ്ട് അത് തന്നെ വാങ്ങിച്ചു. 4 പീസ് എന്തോ ചിക്കൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മയണൈസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ എന്താ പെപ്സി, കൊക്കോകോള, അങ്ങനെ എന്തോ കൂടി കിട്ടി 2 ഇത്. അപ്പോൾ ഈ ഒരു ഇതിന് എത്രയായിരുന്നു എല്ലാം കൂടി ഒന്ന് മറന്നുപോയി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫണ്ടൂറയിൽ കൊണ്ടുപോയി. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞപ്പനെ ഫണ്ടൂറൊക്കെ ആയിട്ട് കളിപ്പിക്കണമെന്ന്. രാത്രി ഒരു 10 മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞപ്പൻ ഈ ഫണ്ടൂറെ കളിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പോട്ടേ ഇതൊക്കെ കണ്ടിട്ട് കയറണമെന്നും പറഞ്ഞ് വാശിയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിഞ്ഞ് കാറിലാണ് ആദ്യം കയറിയത് കേട്ടോ. അപ്പൊ കാറിൽ അത് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദേ കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ കാർ റൈഡ്. അവൻ ഫോണിൽ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കും. പക്ഷെ ഇതിൽ കയറിയിട്ട് പുള്ളിക്ക് എങ്ങനെയാണ് തിരിക്കേണ്ടത്, വളക്കേണ്ടത് എന്നൊക്കെ ഒരു ഇത്. അവസാനം ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതുപോലെ കാറ്, ബൈക്ക്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. എല്ലാത്തിലും ഈ റേസിംഗ് തന്നെ, ഇങ്ങനെ റൈഡ് ചെയ്യണ പരിപാടി തന്നെയാണ് എല്ലാത്തിലും. കുഞ്ഞപ്പനെ കളിപ്പിച്ച് അവസാനം എനിക്ക് ഭയങ്കര ത്രില്ലടിച്ച്. പിന്നെ ഞാനും കുഞ്ഞപ്പനും പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫണ്ടൂറയിലെ കാർഡ്. ഇതാണ് കേട്ടോ. അപ്പൊ 708 രൂപയാണ് ഈ മിനിമം കാർഡിന്റെ വില. ഏറ്റവും മിനിമം 708 രൂപ കൊടുത്താൽ നമുക്ക് ഈ കാർഡ് കിട്ടും. അപ്പൊ ഓരോ റൈഡിൽ കൊച്ചുങ്ങൾ കയറുമ്പോഴും നമ്മൾ ഇത് ഇവിടെ കാണിക്കണം. അപ്പൊ 60 രൂപ, 70 രൂപ, 125 രൂപ, ഓരോ റൈഡിനും പല വിലയാണ്. അതിനനുസരിച്ച് ഈ കാർഡിന്റെ പൈസ കുറഞ്ഞു വരും. ഇങ്ങോട്ട് വാ. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ അത് ഇവരെ കയറ്റി കാണിച്ചു തരാം. 60 രൂപ. ഇതിൻ്റെ അകത്ത് 60 രൂപ എന്ന ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കാർഡ്. ഞാൻ പറഞ്ഞില്ലേ 708 രൂപയാണ് ഏറ്റവും ചെറിയ എമൗണ്ട് കേട്ടോ. അപ്പോൾ 108 രൂപ എന്തോ അവരുടെ ഒരു പൈസ പോലെ പിടിക്കും. എന്നിട്ട് 600 രൂപയാണ് നമ്മുടെ ആ കാർഡിൽ കാണിക്കുള്ളൂ. ഓരോ റൈഡിലും കയറും തോറും 60 രൂപ, 70 രൂപ, 100, 110, ഓരോ റൈഡും പല വിലയാണ്. നമ്മുടെ കാർഡിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആവും. ഫണ്ടൂറയുടെ കാർഡിൽ നിന്ന് 5 വർഷത്തെ വാറണ്ടി ഉണ്ടെന്നാണ് അവരവിടെ പറഞ്ഞത്. ഇതിൽ ഓരോ റൈഡും 2-3 മിനിറ്റ് ഉള്ളത്. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തനിയെ ഓഫ് ആകും. പിന്നെ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി കാർഡ് കാണിക്കേണ്ടി വരും. 2-3 മിനിറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ
അങ്ങനെ അത് കഴിഞ്ഞ് ഇതേ ബോൾ മഴ പെയ്യുന്ന ഒരു സംഭവത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ കാർഡ് കാണിക്കണം. എല്ലാ റൈഡിന്റെയും മുമ്പ് ഈ കാർഡ് അവിടെ കാണിക്കണം. അപ്പോൾ സെൻസർ അത് ഡിറ്റക്ട് ചെയ്ത് പൈസ കുറച്ചോളും. ഇതിന് 70-80 ഇതിന് അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ കാറിനൊക്കെ 60 രൂപയുള്ളൂ, ഇത് 80-100 അത്രയും കണ്ടായി. അപ്പോൾ ആ ബോൾ ഇങ്ങനെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം മോളിൽ നിന്ന് ബോൾ മഴ പെയ്യും. ഒരൊറ്റ പ്രാവശ്യം ആ ബോൾ മഴ പെയ്യുള്ളൂ കേട്ടോ. ശരിക്കും 1 മിനിറ്റ് പോലും ഇല്ല ഗൈസ് ഈ ഗെയിമും. പിള്ളേർക്ക് 1 മിനിറ്റ് പോലും ഇത് കളിക്കാൻ പറ്റത്തില്ല. കണ്ട അവിടെ കണ്ട 49 സെക്കൻഡ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി ഈ ഗെയിമേ. ഒരു പ്രാവശ്യം മോളിൽ നിന്ന് ഇങ്ങനെ ബോൾ താഴെ വീണ് ഞാനോർത്ത് പിന്നെയും കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്തോ 49 സെക്കൻഡിൽ നമ്മൾ തീർത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അവിടെ നിന്നൊരു സ്റ്റിക്കർ കിട്ടി കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്കർ കൊണ്ട് കാണിക്കുമ്പോൾ 15 രൂപ നമുക്ക് വീണ്ടും നമ്മുടെ കാർഡിലേക്ക് കയറും. അങ്ങനെ എന്തോ. അപ്പോൾ അത് കഴിഞ്ഞത് ഈ ഒരു പാരച്യൂട്ട് പോലത്തെ സംഭവത്തിൽ കയറ്റി. ഇത് കുഞ്ഞപ്പന് ഇത്തിരി പേടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ റേസിംഗ് തന്നെയാണ്. ദേ ഇതുപോലത്തെ ഒരു കാറ്, അതിൽ റേസിംഗ് തന്നെയായിരുന്നു. കൂടുതലും 4 വയസ്സുള്ള പിള്ളേർക്ക് 10 വയസ്സ് 15 വയസ്സിന് മുകളിൽ അങ്ങനെ പലർക്കും പറ്റുന്നുണ്ട്. ഈ കാറ് ചുമ്മാ കയറിയിരിക്കുകയാണ്. ഇത് അവന് കളിക്കാൻ ഇത്തിരി പാടായതുകൊണ്ട് ഞാനത് ഓണാക്കിയില്ല. ബൈക്ക് പിന്നെ ഓണാക്കി കൊടുത്തു. അത് നമ്മൾ സെൻസറിൻ്റെ അവിടെ കാർഡ് കാണിച്ച് ബൈക്ക് ഓണാക്കി കൊടുത്തു. അപ്പോൾ കുഞ്ഞപ്പന് കളിക്കാൻ ഇത്തിരി പാടായതുകൊണ്ട് തന്നെ ഞാനും കൂടി അവനെ ഹെൽപ്പ് ചെയ്താണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞത് ഈ ഒരു ഗെയിം കളിക്കാൻ നിൽക്കുമ്പോഴാണ് 2 മക്കൾ വന്നത്. കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞാൻ അവരെ തിരിച്ചാക്കുന്ന സീനാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ വന്ന് മിണ്ടിയപ്പോഴേക്കും. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ അപ്പുറത്ത് മാമായൊക്കെ നിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറയാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇവർ അടുത്തേക്ക് എൻ്റെ ഓടി വന്നു. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കി കൊടുത്ത് തിരിച്ചങ്ങോട്ട്. അത് കഴിഞ്ഞത് ഈ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി. ഇത് ഈ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ചുറ്റിയൊക്കെ വെച്ച് അടിച്ചു കൊടുക്കണം. ഇത് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കണോണ്ടാണ് കേട്ടോ ഭയങ്കര സ്പീഡിൽ അടിക്കണ പോലെ തോന്നുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ ഗൈസ് ഓരോ പ്രായത്തിന് പറ്റിയ പിള്ളേർക്ക് പറ്റിയ ഓരോ വണ്ടികൾ, ഗെയിമുകൾ, റൈഡുകൾ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു പ്രാവശ്യം പിള്ളേർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പാതിരാത്രിയായി 12 മണിയാവാറായി കേട്ടോ. വീട്ടിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. ഇനി നേരെ പോയി ചാറ്റട്ടെ. ബൈ ബൈ.